ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ മത്തിയുടെ പനഞ്ഞിൽ വെച്ച് കിഡിലൻ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. എല്ലാവരും ഇത് വെച്ച് തോരനൊക്കെയല്ലേ കഴിച്ചിരിക്കുന്നത്, എന്നാലിത് വാഴയിലയിൽ വെച്ചൊന്ന് പൊള്ളിച്ചെടുത്താലോ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മത്തിയുടെ പനഞ്ഞിൽ എടുത്തിട്ടുണ്ട്. ഇത് നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് 2 തണ്ട് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ കൊച്ചായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. പനഞ്ഞിലെല്ലാം ഞാനിവിടെ കുഴച്ചെടുത്തു. ഇനി ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ കൂട്ട് വെച്ച് നല്ലതുപോലെ കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. ഈവനായിട്ട് വേണം പരത്താനായിട്ട്. ഇങ്ങനെ വാഴയിലയിൽ പരത്തി ഈ പനഞ്ഞിലുണ്ടാക്കിയാൽ, പ്രത്യേകിച്ച് മത്തിയുടെ പനഞ്ഞിൽ വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചെറുപ്പത്തിൽ മത്തിക്ക് പനഞ്ഞിലുള്ള സമയത്ത് അത് വാങ്ങിക്കുമ്പോൾ അമ്മ അത് കളയാതെ ഇതുപോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. ഞാനും എൻ്റെ മകൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാനിത് പരത്തി കഴിഞ്ഞു. ഇനി ഈ ഇല ഇങ്ങനെയൊന്ന് മടക്കി ഇത് നമുക്കൊരു തവയിൽ വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കാം. മത്തിയുടെ പനഞ്ഞിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു തവ അടുപ്പിൽ വെച്ചു, അത് ചൂടായി. ഇനി അതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പനഞ്ഞിൽ വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഇല അങ്ങ് കരിഞ്ഞു പോകും, പനഞ്ഞിലൊട്ട് വേഗത്തുമില്ല. ഇനിയും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശം കൂടി ഒന്ന് ആകട്ടെ. കണ്ടോ, ഈ ഒരു വശം ഇലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ സാധനവും ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞതായിരിക്കും. ഈ മൊരിഞ്ഞ വശത്തെ ഇല ഒന്ന് തുറന്നിട്ട് അവിടേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ പനഞ്ഞിലിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് ആ വശത്തുകൂടി കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ആ വാഴയില മൊരിയുന്നതിൻ്റെയും ആ വെളിച്ചെണ്ണ ചൂടാകുന്നതിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് വന്നിട്ട് ഈ പനഞ്ഞിലിന് അടിപൊളി ഒരു ടേസ്റ്റാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡും വൈറ്റമിൻ ഡിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് മത്തിയിലും അതിൻ്റെ പനഞ്ഞിലിലും. അതുകൊണ്ട് ഇത് ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ പനഞ്ഞിലിവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിയുടെ പനഞ്ഞിൽ വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തിയുമാണ്. ഇതങ്ങോട്ട് തുറക്കുമ്പോൾ ഹായ്, എന്തൊരു മണമാണെന്നറിയാമോ. ഇങ്ങനെയൊന്ന് കഴിച്ചെങ്കിലേ അതിൻ്റെ രുചി മനസ്സിലാകൂ. അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ. താങ്ക് യു.